എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്നത്തെ ദിവസം കൂടി ആരംഭിക്കാം, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ആ ഒരൊറ്റ മന്ത്രത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സ്ഥിരമായി ഇവിടെ വരുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ കേട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ 1000-ൽ 1-2 ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള സത്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. സ്വാഭാവികമാണല്ലോ, അല്ലെ? നമ്മൾക്ക് ചിലവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നു, മറ്റു ചിലർ തിരിച്ചറിഞ്ഞിട്ടും അയ്യോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുന്നു. മറ്റു ചിലർക്ക് ഒന്നും തിരിച്ചറിയുന്നില്ല, ഒന്നും മാറുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. അല്ലെ? ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ്. കാരണം ജീവിതം എപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മള് എന്താ പറയാ, ഓരോ ദിവസവും ഇന്നിപ്പോ ചാടി ഓടി എത്തിയതാണ് ഇവിടേക്ക്. ഇന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി ജസ്റ്റ് എത്തിയതാണ്. പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, കാരണം ഇന്ന് മറ്റു ക്ലാസ്സും കൂടി ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നും സംസാരിക്കുന്നു. ഇന്നത്തെ വിഷയവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ പൊതുവെ ഇത്തരം ക്ലാസ്സുകൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റായ പദമായതുകൊണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ചിലപ്പോൾ നമ്മളെ അങ്ങനെ ആവുന്നു എന്നുള്ളതാണ്. 1-2 കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പോകാം, കാരണം അങ്ങനെയാണ് നമ്മളെപ്പോഴും അതിന് കൃത്യമായി പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലതല്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെയാണ് നമ്മൾ. എന്നിട്ട് നിങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നിങ്ങളെ ഓരോ ആളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നന്ദി 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 വീണ്ടും നമ്മൾ എല്ലാവരോടും അറിയിക്കണം. കാരണം ഇന്നലത്തെ നമ്മൾ കണ്ടു 11 സെക്കൻഡ് കൊണ്ടുള്ള മാറ്റം. ഇപ്പൊ ഈ സമയം കൊണ്ട് 10,000 ആൾക്കാർ കണ്ടിരിക്കുന്നു, അത് ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നു. അതേ സന്തോഷമാണ്. പക്ഷെ എന്നാലും ചിലത് കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ പല രീതിയിലും എനിക്ക് മെസ്സേജ് കാണുന്നു, കേൾക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് കേട്ടൊരു മെസ്സേജിന് ഞാൻ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അത് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേൾക്കുമ്പോൾ. ആദ്യം കേട്ടപ്പോ ഞാൻ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ചിരിച്ചത് വേറെ ഒന്നും വേണ്ടല്ല, ഞാൻ എന്റെ അവസ്ഥയെ ഓർത്തിട്ടല്ല ചിരിച്ചത്. എനിക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാം, ഞാൻ എന്ത് ചെയ്തു, നല്ല ബോധമുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയെ ഓർത്തിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. നല്ല തെറിയൊക്കെ ആയിരുന്നു, നല്ല സുഖമായി കേൾക്കാനില്ല. കാരണം കുറെ കാലമായി ഇങ്ങനെ തെറിയൊക്കെ കേട്ടിട്ട് അത് കേൾക്കുമ്പോൾ രസമായിരുന്നു. കാരണം എന്താ അറിയും, ഇതൊക്കെ ഒരു ടെസ്റ്റ് പോയിന്റ് ആണ്. കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആർത്തിച്ചിരിക്കാം. എന്നിട്ട് ഞാൻ ആ പുള്ളിയെ വിളിച്ചു. ചിലപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാളെ യൂട്യൂബ് ആ മനുഷ്യൻ കേൾക്കുന്നുണ്ടും പറയാം. ഞാൻ നേരിട്ട് നിങ്ങളെ വിളിച്ചു. കാരണം താങ്ക് യു പറയാനാണ് വിളിച്ചത് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. നന്ദി എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ ഇത്രയും ശ്രമിച്ചാൽ എന്റെ ടെസ്റ്റ് പോയിന്റ് പാസ്സാവാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും ക്ഷമയോടെ പഠിക്കുന്നു എന്നുള്ള. കുഴപ്പമില്ല, ചിലപ്പോൾ കള്ളക്കകത്ത് ചെല്ലുമ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെ തോന്നാം. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അകത്ത് കിടക്കുന്ന സാധനത്തിന്റെയാണ്. ഇത്രയേ ഉള്ളൂ. ചിലവർക്ക് അറിയാം ഞാനിപ്പോ എന്താ പറയുന്നത് വെച്ചാൽ. ഒരാൾ എന്നെ നല്ല തെറി പറഞ്ഞ് ഒരു 10-15 മിനിറ്റിന്റെ മെസ്സേജ് അയച്ചു, നീ കാശുണ്ടാക്കാൻ വേണ്ടിയില്ല ഇത് ചെയ്യുന്നത്. സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇതിന് തന്നെയാണ്, ഞാനും ഇരിക്കുന്ന ഇതിന് തന്നെയാണ്. അതിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്നുകൊണ്ടാണ് ഈ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനും രാവിലെ തൊട്ട് വൈകിട്ടാവളും പണിയെടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന, അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് പറ്റിയില്ല, നിങ്ങൾക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് മറ്റാരും പണിക്ക് ചാടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു സബ്ജക്ട് ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് കരുതിയത്. ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മൾ അറിയേണ്ടതാണ്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം കളർഫുൾ ആക്കിയാലോ. ഇത് മറ്റു ചിലർക്ക് വേണ്ടി ഉദ്ദേശിച്ചാണ് ചെയ്തത്. എന്നും കഷ്ടപ്പാടിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കളർഫുൾ ആവാൻ തയ്യാറാവുക. അവനവനെ മാറ്റാൻ അവനവന് മാത്രമേ സാധിക്കുള്ളൂ എന്ന നഗ്നസത്യം തിരിച്ചറിയുക. ഇവിടെ ദിനേശ് സാറല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ തന്നെയും ആ മാറ്റാൻ അവനവൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ മാറുകയുള്ളൂ എന്ന സത്യം. ഞാനിവിടെ നിന്ന് പല കാര്യങ്ങളും, എന്നെ പോലെ ഒരുപാട് മോട്ടിവേറ്റർ ഉണ്ട്, ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അത് സൈക്കോളജിസ്റ്റുകളുണ്ട്, ഒരുപാട് ആൾക്കാർ. എല്ലാവരുടെയും ഇന്റൻഷൻ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റിയാൽ എന്ന് മാത്രമാണ്. അതിന്റെ ഇടയിൽ ഒബ്വിയസ്ലി മനുഷ്യരാണ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആരും വിചാരിക്കരുത് ഫ്രീ ആയിട്ട് ഈ ലോകത്ത് ഒന്നും കിട്ടുന്നില്ല. ഈവൻ ശ്വാസോച്ഛ്വാസത്തിന് പോലും നമ്മൾ പകരം കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്താൽ മാത്രമേ അത് ലഭിക്കുള്ളൂ. അല്ലാതെ ഈ ലോകത്ത് ഒരു സാധനം ഫ്രീ ആയിട്ടില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. അത് അങ്ങനെയാണ് പ്രകൃതി നിയമമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തരാം, നിങ്ങൾ സംസാരിച്ചോളൂ. ഏറെ സന്തോഷം. നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഉൾക്കൊള്ളുന്നു. ഓരോ ആളും സംസാരിക്കുമ്പോൾ കേൾക്കുന്നു, ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഏറെ സന്തോഷമാണ്. കാരണം ഞാൻ ഇവിടുന്ന് നമുക്കറിയുന്നത് പറയുമ്പോൾ നിങ്ങളത് അനുഭവിക്കുന്നു, നിങ്ങളത് വികാരത്തിൽ കൊള്ളുന്നു, നിങ്ങളത് റിസൾട്ട് എടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും
ഇതേമായ കാര്യം. അതിന് നമ്മൾ ഒരു ചാർജും ആരോടും ചെയ്യുന്നില്ല. നിങ്ങൾ ആർക്ക് വേണം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്ത് റിസൾട്ട് എടുക്കാം, ഇല്ലാത്തവർക്ക് ഇവിടെ ഇരുന്നും എടുക്കാം. ഞാൻ ഇവിടെയും പഠിപ്പിക്കുന്ന ഒരുപോലെ തന്നെ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന, പെയ്ഡ് ക്ലാസ്സിലും പഠിപ്പിക്കുന്ന ഇങ്ങനെ തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസം, ഇവിടെ കുറച്ചും അവിടെ കുറച്ചും ഒന്നുമില്ല. കണ്ടീഷൻ ഒരേപോലെ, അൺകണ്ടീഷനിലാണ് എന്റെ അവസ്ഥ. വേണ്ടത് വേണ്ട സമയത്ത് എടുത്താൽ മാത്രം മതി. നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് താങ്ക് യു വെരി മച്ച്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ആർക്കാണ് സംസാരിക്കാനുള്ളത് വെച്ചാൽ അൺമ്യൂട്ട് ചെയ്തോളൂ, സംസാരിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ കേട്ടോ, സന്തോഷത്തോടു കൂടി. സാർ നമസ്കാരം. സാർ രാധാ വിജയനാണേ. സാർ പറയട്ടെ? പറഞ്ഞോളൂ സാർ. നമ്മുടെ പ്രവർത്തനം അത് അവര് കൊണ്ടേ കാണിച്ചു വാഗമൺ. അത് ആ പയ്യന് ഇഷ്ടമായി. അത് അതിന്റെ ഓണർ വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടുമാണ് കാത്തിരിക്കുന്നത് ആ പയ്യൻ അത് എടുക്കുമെന്ന്. ഇപ്പം എന്തോ പറയാൻ വരുന്നതെന്ന് അറിയില്ല. പണം, അതിന്റെ റേറ്റ് സാർ നല്ലൊരു അഡ്വൈസ് എനിക്ക് തന്നു. ഞങ്ങളെ സമാധാനം. വിജയൻ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു, ലഭിക്കും. ആ വാക്ക് ശരിക്കും തിരിച്ചും മറിച്ചും ഉപയോഗിക്കണം. നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ, ദിനേശ് സാറിനോട് ചോദിക്കണമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. ആ കാരണത്തെ നിങ്ങൾ വീണ്ടും ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡൗട്ട് നിങ്ങളുടെ അടുത്ത് എത്ര കാലമുണ്ടോ അതിന് ദിനേശ് സാറിനെ പിടിച്ചിട്ട് ആ ഡൗട്ടിന് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് എറിയാൻ പറ്റില്ല. അത് വിശ്വാസപൂർവ്വം നിങ്ങൾ തന്നെ മാറ്റണം. ഞാൻ നിങ്ങളുടെ വോയിസ് ഒക്കെ കേട്ടു, പക്ഷെ മറുപടി എത്രയേ ഉള്ളൂ, നിങ്ങൾ ആണ് അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്കാണ് ആ ഡൗട്ട് മാറേണ്ടത്. ഞാൻ അതിനുള്ള അഫർമേഷൻസ് പറഞ്ഞു തരാം, പ്രാക്ടീസ് പറഞ്ഞു തരാം, പക്ഷെ മാറ്റപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഘടകം അത്. രണ്ടാമത്തെ ഘടകം, ഇത് കോടികളുടെ കളിയാണ്. 1, 2. അപ്പോൾ അതിന് തത്തുല്യമായ എനർജി രാധാവിജയനും കൂട്ടുകാരും ചെയ്തില്ലെങ്കിൽ കോടികൾ കയ്യിൽ എത്താൻ പ്രയാസമാണ്. ഇത് മനസ്സിലാക്കുക. കാരണം ഇതെല്ലാമാണല്ലോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നിട്ടും അതിൽ തന്നെ കയറി പിടിച്ച് നിൽക്കരുത്. മുമ്പിലോട്ട് പോകൂ, സംഭവിക്കുമെന്ന് പറഞ്ഞു പോകൂ. നിങ്ങൾക്ക് ഡൗട്ട് വെച്ചിട്ട് എന്തിനാ പോകുന്നത്? സംഭവിക്കും. അതിൻ്റെതായ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചേ പറ്റുള്ളൂ, അല്ലെ? എന്തിനാണ് പിന്നെ അവിടെ ഡൗട്ട്? കണ്ടീഷൻ ഈ ലോകത്തൊന്നും വർക്ക് ചെയ്യില്ല. അൺകണ്ടീഷൻ. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ആ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഇത്ര കോടി രൂപയ്ക്ക് ആ പ്രോപ്പർട്ടി സെയിൽ ആവണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിൽ നിന്ന് എനിക്ക് ഇത്ര പെർസെന്റേജ് കിട്ടുന്നു, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. 2. പിന്നെ അങ്ങ് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എനിക്ക് ഇത്ര കിട്ടിയാൽ മതി. ബാക്കി വിവിധമായ സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, വ്യക്തികളിലൂടെ നമ്മളിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓരോന്നിനും നിങ്ങൾ പിടിച്ച് ഓരോ 5 മിനിറ്റിലും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നടക്കൂല. അങ്ങനെ സംഭവേ ലോകത്ത് നടക്കില്ല. അത് സത്യസന്ധമായിട്ട് പറയുകയാണ്. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എഴുതി വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പറയുക, പൂർണ്ണമായി വിശ്വസിക്കുക, അതിൽ തന്നെ പോവുക. അതിന്റെ സമയം വരുമ്പോൾ ആ ഊർജ്ജ തലത്തിലേക്ക് എപ്പോഴാണോ നിങ്ങൾ ഉയരുന്നത് അപ്പോൾ ആ സാധനം അവിടെ വരും, അല്ലാതെ വരില്ല. എന്നാലും നടക്കില്ല. ഇത് മനസ്സിലാക്കുക. ഇതേ സാധനം കോഴിക്കോട് വെച്ചിട്ട് രാധാവിജയനോട് പറഞ്ഞ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ പോകും, അതിന്റെ സമയത്ത് നടക്കും. അതിനുശേഷം 6 or 7 മെസ്സേജ് സെയിം അയച്ചില്ലേ? സെയിം അല്ലേ? ഈ 6 മെയിൽ പറഞ്ഞ സെയിം അല്ലേ? ഒരു മാറ്റം ഉണ്ടായി? നാളെ രാവിലെ വീണ്ടും അയക്കില്ലേ? ഇല്ല, ഇനി അയക്കില്ല. ഇനി ട്രിവാൻഡ്രത്ത് കണ്ടു പറയത്തേ ഉള്ളൂ. അപ്പോൾ ഈ പൈസ എടുത്തിട്ട് അങ്ങോട്ട് വരണം. ഈ പൈസയുമായിട്ട് വേണം തിരുവനന്തപുരം വരാൻ. ഈ പൈസയുമായിട്ട് വരും. ഓക്കെ സാർ, 100%. താങ്ക് യു സാർ. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോ മല്ലിക, പറഞ്ഞോ. ഞാൻ മല്ലിക വയനാടാണ്, കൽപ്പറ്റ. ഞാൻ ആദ്യമായിട്ട് യാദൃശ്യമായി സാറിന്റെ 1-2 വീഡിയോസ് ഇങ്ങനെ കണ്ടു, യൂട്യൂബിൽ കണ്ടു. പിന്നെ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് തോന്നി. അന്ന് കണ്ട ക്ലാസ് 1111 അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. മിറാക്കിൾ ചേഞ്ചസ് 10 days 1111 കോഴ്സ്. മിറാക്കിൾ ചേഞ്ചസ് 10 days മിറാക്കിൾ ചേഞ്ചസ്, അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ സാറ് മെഡിറ്റേഷന്റെ ക്ലാസ്, പിന്നെ വേറെ കുറെ ഇങ്ങനെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒന്നിച്ച് ജോയിൻ ചെയ്ത പല സമയത്ത് തന്നെയാണല്ലോ ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതാ പിന്നെ മെഡിറ്റേഷൻ എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ട് രാവിലെ 5 മണിക്കുള്ള. പിന്നെ അപ്പൊ എനിക്കത് ആകെ കൺഫ്യൂഷനാണ്. പിന്നെ സാറേ എനിക്ക് പ്രത്യേകമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ്സിന്റെ തന്നെ മിറാക്കിൾ 10 days മിറാക്കിൾ ചേഞ്ചസ്, ഈ ക്ലാസ്സിന്റെ തന്നെ ഞാൻ ഡേ 3 പാർട്ട് 1
അതെന്നെ ഒത്തിരി ഞാൻ ഒത്തിരി എന്നെ ചിന്തിച്ചു. ഞാൻ 6 7 പ്രാവശ്യം ഞാനത് കേട്ടു. എനിക്ക് തോന്നുന്നു ഈ 1111 കൊടുത്താലും ഒരിക്കലും അത് നമുക്ക് പറഞ്ഞു തരാനോ ആ ഒരു അറിവ് കിട്ടാനോ സാധിക്കില്ല. ഞാനതിൽ ഒത്തിരി സംതൃപ്തിയാണ്. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ആരോടൊക്കെയോ പറയണമെന്നുണ്ട്, ചേരണം, കാണണം എന്നൊക്കെ. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി എനിക്ക് അനുഭവങ്ങൾ വരാനുണ്ട്. എന്നാലും ഞാൻ സംതൃപ്തിയാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ ഞാനൊരു സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് SBIയുടെ. എനിക്കിപ്പോ 31 തീയതി ആകുമ്പോഴേക്കും എനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ഒരു വിൻ ചെയ്യാനുണ്ട് ഒരു കോൺടെസ്റ്റ്. അപ്പൊ എനിക്ക് അത് സാധിക്കണം. പിന്നെ അതൊക്കെ സാധിച്ചിട്ട് ഞാൻ എല്ലാവരോടും ആഡ് ചെയ്യിപ്പിക്കാൻ തീർച്ചയായും വിചാരിച്ചിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുക. റിസൾട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വികാരം കൂടി വരുന്നത്. അവിടെയാണ് പ്രധാനം. ചെയ്തോളൂ. നിങ്ങൾ ഒന്നാമത് ചോദിച്ച ചോദ്യം ഒരു കാര്യം ആദ്യം ചോദിച്ചത്, എല്ലാ കോഴ്സും ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോന്ന്. എല്ലാ കോഴ്സും ഒന്നിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഓരോ കോഴ്സും ഓരോ രീതിയിൽ ഓരോ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിൽ ഫോക്കസ് ചെയ്താൽ മതി. 20ഓളം കോഴ്സുകളാണ് ഓൺഗോയിങ് ഉള്ളത് ഇപ്പോ. അപ്പൊ 20ഓളം കോഴ്സ് നിങ്ങൾക്ക് വേണ്ട. മെഡിറ്റേഷൻ അത് മസ്റ്റാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് എടുക്കുക. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 10 days മിറാക്കിൾ തന്നെ ഒരു സെഷനിൽ നിങ്ങൾക്ക് അത് അമേസിംഗ് ആയി മിറാക്കിളായി തോന്നിയാൽ അതിന്റെ ഫുൾ കോഴ്സ് എന്തായിരിക്കും? അതിന്റെ 73 വീഡിയോസ് ഉള്ള ഏകദേശം 34 hours ഉള്ള ഫുൾ കോഴ്സിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്തവരെല്ലാം മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ മെഡിറ്റേഷൻ പഠിപ്പിച്ചത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അത് നോക്കുമ്പോൾ ആൾക്കാരെ കയ്യും കാലൊക്കെ ചോദിച്ചു. മിണ്ടാതിരിക്കാൻ പറ്റില്ല. മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ എത്തുന്നതാണ് പരമപ്രധാനമായ സത്യം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ഫോക്കസ് ചെയ്യുക, ആവശ്യമുള്ള കോഴ്സ് എടുക്കുക. അല്ല, നിങ്ങൾ ചോദിച്ചത് എനിക്ക് മനസ്സിലായി, ഫുൾ മെമ്പർഷിപ്പ് പോലെ ഒരു കോഴ്സ് ഉണ്ടോ? ഞാൻ മനഃപൂർവ്വമാണ് അത് ഒഴിവാക്കുന്നത് കേട്ടോ. എല്ലാ കോഴ്സുകളും എനേബിൾ ചെയ്യുന്ന മെമ്പർഷിപ്പിന്റെ തുകയിലേക്ക് നിങ്ങൾക്ക് സാധാരണക്കാരന് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഞാൻ എന്റെ കോഴ്സുകൾ വളരെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. അതുകൊണ്ടാണ് ഈ 111. അത് ശരിക്കും അതിന് 10,000 rupees കോഴ്സാണ് ഈ 11 വെച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാവപ്പെട്ട വളരെ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് അനുഭവിക്കുക, അതിൽ നിന്ന് നിങ്ങൾ 10-100 പേരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും വലിയ കോഴ്സുകൾ പഠിക്കുക. എന്നിട്ട് പൂർണ്ണമായി മാറ്റപ്പെടുത്തലാണ് നിങ്ങളുടെ ആവശ്യം. ഇതൊക്കെ 10 ദിവസത്തേക്ക് ടെമ്പർ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് തരാൻ പറ്റുള്ളൂ. ഇത്രയേ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ അത് ശ്രദ്ധിക്കുക. താങ്ക് യു മല്ലിക. വേറെ ആരുമില്ലല്ലോ? പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ് ശ്രീജ ആരാ? ശ്രീജ ആരാ? നിഖില പറഞ്ഞു. സാറേ ഇന്ന് പറഞ്ഞ റിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അത് നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കാര്യം നമുക്ക് നടന്നതിന് ശേഷം ആണോ നമ്മളത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത്? അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കാനാണോ? റിംഗ് മെത്തേഡ് ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിച്ചതാണ്. അത് ഞാൻ ഇവിടെ അതിന് ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ബാച്ച് 1 ബാച്ച് 2 ലോ ഓഫ് അട്രാക്ഷൻ ഏത് ബാച്ചിലാ പോയോ? ഓക്കെ, അടുത്ത ആള്. പെട്ടെന്ന് പറഞ്ഞോ പ്രേമ, പെട്ടെന്ന് പറഞ്ഞോ. ഞാൻ ഇന്നാണ് കോഴ്സിന് ചേർന്നത്. ഞാൻ കോഴിക്കോട് വടകര വഞ്ചിയ സ്ഥലത്താണുള്ളത്. എനിക്ക് ഒന്നും അറിയില്ല സാറേ. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്. അത് റിങ്ങിന്റെ ഇതാണ് ചെയ്തത്. അത് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെയ്യാൻ നോക്കി, പക്ഷെങ്കിൽ ഇതില്ല, ഇങ്ക് പെന്നില്ലായിരുന്നു. അത് കാരണം ഇങ്ക് പെന്നില്ലാതുകൊണ്ട് ഈ ബോൾ പെന്നിൽ ചെയ്യാൻ പറ്റുമോ? ക്ലാസ്സിലെ കാര്യമാണോ ഈ സംസാരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ക്ലാസ്സിലുണ്ടോ? ആ ക്ലാസ്സിൽ ഇന്നില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മറുപടി കിട്ടിയില്ല. മറുപടി പറയാൻ നിങ്ങൾ ചോദിച്ചത് ഇങ്ക് പെന്നോട്. ഞാൻ കൃത്യമായി വീഡിയോയിൽ പറയുന്നത് ഇങ്ക് പെൻ ഉപയോഗിക്കണമെന്ന്. പിന്നെ രണ്ടാമത് ചോദിച്ച എന്തിനാ മറുപടി പറഞ്ഞത്? അപ്പോൾ വീഡിയോ ഒന്നുകൂടി കേട്ടാ, വോയിസ് ഒന്നുകൂടി കേട്ടാ പോരെ? അല്ല, അതെ, അത് ഇങ്ക് പെന്ന് വാങ്ങിട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാനാണ്. അല്ല, അത് നിങ്ങളുടെ ചോയ്സ് അല്ലേ മാം. നിങ്ങൾ എപ്പോ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ പഠിപ്പിച്ചെന്ന ടെക്നിക്ക് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റും. ഓരോ ആളുടെ ടൈമിനനുസരിച്ചല്ലേ ചെയ്യാതെ, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതേ 7 മണിക്ക് തുടങ്ങണം, 7:30 മണിക്ക് ക്ലോസ് ആക്കണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ടെക്നിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ?
ഇല്ലല്ല. ഇൻഡിപെൻഡന്റ് ഇങ്ക് പെൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പെൻ ഉപയോഗിച്ചോളൂ, അത്രേ ഉള്ളൂ. ഇങ്ക് പെൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇങ്ക് പെൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. അത് ഇങ്ക് പെൻ ഉണ്ടായാലും നിങ്ങൾ ആ ശരിക്കും വീഡിയോ കേട്ട് ശ്രദ്ധിച്ചു നോക്കി എന്തുകൊണ്ടായിരിക്കും ഇങ്ക് പെൻ പറഞ്ഞതെന്നുള്ള ആ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വെള്ളത്തിൽ അലിഞ്ഞു പോകണമെങ്കിൽ ഇങ്ക് പെൻ വേണ്ടേ? മറ്റേ പെൻ വെള്ളത്തിൽ അലിയോ? ഇല്ലല്ലോ. ഇല്ല. മനസ്സിലായല്ലോ. ഇപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ക് പെൻ പറഞ്ഞതെന്ന് ഇത് ക്ലാസ്സിൽ തന്നെ ചോദിക്കാം കേട്ടോ. ക്ലാസ്സിൽ മാത്രമേ ചോദിക്കാവൂ. അതിനെല്ലാം മറുപടി പറയും. മറുപടി പറയേണ്ട കാര്യമാണ് മറുപടി പറയും. ചിലപ്പോൾ മറുപടി പറയേണ്ടാത്ത എന്തിനാ സമയം കളയണേ അവിടെ. ശരി, ഓക്കെ സാർ. ഓക്കെ, നെക്സ്റ്റ് ആരില്ലല്ലോ. താങ്ക് യു സാർ. സാറേ, ആ എന്റെ പേര് സുനിത. ഞാൻ ഒരാഴ്ചയായി ക്ലാസ് കാണണു. എനിക്ക് സാറ് പറഞ്ഞതൊക്കെ ചെയ്തിട്ട് നല്ലൊരു മാറ്റമുണ്ട്. 1 to 1 ഞാൻ കയ്യിൽ എഴുതി. വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് സാറിന്റെ ക്ലാസ് കണ്ടത്. അപ്പൊ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്. ഇതിൽ നന്നായിട്ട് ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വികാരം വികാരം നോ 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 അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രധാന കാര്യം അതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ സുനിതയുടെ കരച്ചിൽ കേൾക്കാൻ? ഇവിടെ ഒരാൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഉണ്ടാവും, കരച്ചിലുണ്ടാവും. പക്ഷെ അത് ആർക്കും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട. സാർ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ ശാന്തി, ബാംഗ്ലൂരിൽ നിന്നാണ്. എനിക്ക് ക്ലാസ്സിൽ ശരിക്കും കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ. അതാണോ നിങ്ങളുടെ പ്രശ്നം? ക്ലാസ്സിൽ കയറാൻ പറ്റാത്താണോ വിഷയം? അതല്ല സാർ. ഞാനൊരു ഇതുണ്ടായിരുന്നു, സകല സമ്പദ് സമൃദ്ധി. അത് ഞാൻ സകല സമ്പദ് സമൃദ്ധി ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൃക്കാലത്തേക്ക് എന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോ എല്ലാവരും കൂടി, കുടുംബക്കാരൊക്കെ ഓരോ നാട്ടിലുള്ളത്, എല്ലാവരും കൂടി ഒരു സൂം മീറ്റിംഗ് വെച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ മോൾ എനിക്കൊരു വാച്ച് സമ്മാനിച്ചു. എന്റെ ആങ്ങളെ 5000 രൂപ തന്നു. പിന്നെ അകന്നു പോയ കുറെ ബന്ധങ്ങളെല്ലാം ഒരുമിച്ച്. ഒരുപാട് നന്ദി സർ. സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. കമല പ്രേംദാസ്, ഗ്ലാഡ് ന്യൂസ് പറയാനല്ലോ, പെട്ടെന്ന് പറഞ്ഞോ. ബാക്കിയുള്ള നമ്മൾ ക്ലാസ് എടുക്കാണ്ട്, നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ക്ലാസ്സിന്റെ സമയം. കമല പ്രേംദാസ് അൺമ്യൂട്ട് പോയി. അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ വിഷയം? ശ്രീജ എന്താ പറയാനുള്ള പറഞ്ഞോ. ഹലോ സാർ. യെസ് സാർ, ഇത് ഞാൻ അമ്മയും കൂടി മാനിഫെസ്റ്റ് ചെയ്തിട്ടൊരു ഫോൺ മേടിച്ചു സാർ. എന്ത് മേടിച്ചു? ഒരു ഫോൺ മേടിച്ചു, പുതിയൊരു ഫോൺ. ഫോൺ മേടിച്ചാ? അടിപൊളി. ഏതാടാ ഫോൺ? ഏതാ ഫോൺ? ഏതാ മേടിച്ചത്? റെഡ്മിയുടെ ഒരു ഫോൺ, റെഡ്മി 13. ആണോ? റെഡ്മി മേടിച്ചാ നിനക്ക് വേണ്ടിട്ടോ? ആ. ആഹാ, അതിനാ നീ ടൗണിൽ പോയിരുന്നല്ലേ? ഇത് നമുക്ക് എങ്ങനെ മേടിച്ച കഥ പറഞ്ഞേ. എങ്ങനെ മേടിച്ചേ? മാനിഫെസ്റ്റേഷൻ എന്താ ചെയ്തത്? മേടിച്ചെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്ത് മേടിച്ചാണ് ഇത്. അതെ, പറയാൻ പറ്റില്ല. എല്ലാം നമ്മള് മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ കൊറേ ടെക്നിക്കലും, ഏകദേശം എല്ലാ ടെക്നിക്കും ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കാത്ത മിറാക്കിളുകൾ നാളെ 2-3 ദിവസം കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കോട്ടോ. അതിന് വെയിറ്റ് ചെയ്യും. വരാനിരിക്കുന്ന മിറാക്കിൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തോട്ടോ. ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കമല പ്രേംദാസ് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഗ്ലാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അൺമ്യൂട്ട് ആണല്ലോ സാർ. അതെ, എന്ന് പറഞ്ഞോളൂ. അപ്പൊ അൺമ്യൂട്ട് ചെയ്യുന്നു. അൺമ്യൂട്ട് എന്താണ് സംഭവം? അൺമ്യൂട്ട് അല്ലേ സാർ? അൺമ്യൂട്ടാണ്. നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സാർ, ആ പ്രോപ്പർട്ടിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ജനുവരി 1st വീക്ക് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്.
പിന്നെ എനിക്കിന്ന് രണ്ടാമത്തെ മോന് ജോലി കിട്ടി. ഇനി എന്റെ എഫർമേഷനിൽ 2 ഏതാണ്ട് സാധിച്ചു. ഇനി ശ്രീരാഗിന്റെയും കൂടി ഒന്ന് ശരിയാവണം. ഡിസംബർ 30 അവന് ജോലിയിൽ കയറാനുള്ളൊരു ഇതാണ് ഇപ്പൊ എന്റെ ഒരു എഫർമേഷൻ. വെരി ഗുഡ്, അത് കറക്റ്റായി. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മളായി. ഇനി ഒന്നും കൂടി ബാക്കിയില്ലേ? ശ്രീരാഗിന്റെ അത് ഡിസംബർ 30 ജോലിയിൽ കയറാനുള്ളൊരു ഇതാണ് എനിക്ക്. അവനും ചെയ്യുന്നുണ്ട്. പിന്നെ സാറേ എനിക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എല്ലാം നടക്കും, യാതൊരു തർക്കവും. കാരണം നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം പ്യൂരിഫൈഡ് ആണ്. നിങ്ങൾക്ക് അതിൽ വളരെ എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ. നിങ്ങൾ കൂടുതൽ ഇതൊന്നും കൊടുക്കാതെ ശാന്തമായ മനസ്സോടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നടക്കും, യാതൊരു തർക്കവും. ഞാൻ ഇപ്പോഴാണ് സാർ അങ്ങനെ ആയത്. പിന്നെ സാർ ഇന്ന് 2020 മെഡിറ്റേഷനില്ലേ, എനിക്ക് അതിൽ കയറണം. പുതിയ 27-ാം തീയതി തുടങ്ങുന്നത്, 26-ന് 2020. ഓക്കെ, താങ്ക് യു സർ. 26-നാണ് തുടങ്ങുന്നത് കേട്ടോ. 26 അല്ലേ? ക്രിസ്മസ് കഴിഞ്ഞിട്ട്. 26 ഇവിടെ ഉത്സവമാണ്. ഉത്സവമായിരുന്നു. രാത്രി പോകേണ്ട ഉത്സവം 2 ദിവസം മാറ്റിയേക്കാം. ഉത്സവത്തോട് മാറ്റിയേക്കാൻ രാത്രി ഫുൾ ടൈം അവിടെ ആയിരിക്കും. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അടുത്ത സെഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ശരി സർ. ഇനി ആർക്കും പറയണ്ടോ? ഒറ്റന്ന് പറഞ്ഞോ, നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. ഇന്ന് സമയം ഒരു ക്ലാസ്. ഹലോ സാറേ, പറഞ്ഞോളൂ. സൈബി പറയുന്നുണ്ടോ? പറഞ്ഞോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിൽ താല്പര്യമുള്ള എത്ര പേരുണ്ട് എന്ന് പറയാമോ? ഇന്നത്തെ വിഷയം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും. ഐ ആം ഇൻട്രസ്റ്റഡ്, ഈ കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്ന എത്ര പേരാണ്? ഒന്ന് ടൈപ്പ് ചെയ്യണം ആദ്യം തന്നെ, എന്നിട്ട് കഴിച്ചിട്ട് മാത്രമേ ഞാൻ ഇൻട്രസ്റ്റ് ആണ്. ആലോചിച്ചിട്ട് വേണം ഇൻട്രസ്റ്റ് ആണെന്ന് പറയാൻ. എന്തെങ്കിലുമൊക്കെ ഞാൻ ഹാപ്പി റെഡി എന്ന് പറയുന്നതല്ല, കഷ്ടപ്പാട് അതിൽ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? കഷ്ടപ്പാടിൽ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? യെസ് യെസ് യെസ്, കഷ്ടപ്പാട്, ഐ വോണ്ട് കഷ്ടപ്പാട്. അവരെത്ര പേരുണ്ടെന്നാ പറഞ്ഞു? യെസ്, ആനന്ദവല്ലി, ഞാനുണ്ട്, എനിക്ക് കഷ്ടപ്പാട് വേണം. യെസ്, വേണ്ടവരെല്ലാം വരും. നിങ്ങൾക്ക് നിറയെ തന്നിട്ടേ വിടുള്ളൂ. എല്ലാവർക്കും എല്ലാം ഇത്ര കാലം നിങ്ങൾക്ക് എല്ലാവർക്കും പണമല്ലേ തന്നുകൊണ്ടിരുന്നത്? എന്നെ മുതൽ കുറച്ച് കഷ്ടപ്പാട് തരാം. ടൈപ്പ് ചെയ്യുന്നു, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക്. എന്താ വേണ്ടത്? കഷ്ടപ്പാടോ? എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്, എല്ലാവരും ഇൻട്രസ്റ്റഡ്. ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോ എല്ലാവരും മാറി. നേരത്തെയോ എല്ലാവർക്കും അത് വേണം. എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇത് മാത്രം. നീ ഇത്രയും സമയം ഇപ്പൊ ഈ എടുത്ത നിങ്ങൾക്ക് പറ്റിയ ഒരു പറ്റുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള മുൻവിധിയോടുകൂടി അടിച്ച ഒരു ടൈപ്പ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് എന്നുള്ളത്. ഓക്കെ, ഐ വാണ്ട് ഇൻട്രസ്റ്റഡ്, യെസ് പറഞ്ഞതുണ്ടല്ലോ. ഇത് തന്നെ ലൈഫിലേക്ക് ഒന്ന് എടുത്തു നോക്കിയേ. ഇങ്ങനെയല്ലേ ലൈഫിൽ മുഴുവൻ ഈ സാധനം വന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഞാൻ മനഃപൂർവ്വം പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വളരെ എളുപ്പല്ലേ? ഇത്രേ ഉള്ളൂ ലൈഫിൽ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്നിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും സംഭവിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പരിപാടി എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ അക്കടി പറ്റി അയ്യോ വേണ്ടേ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ കഥ. ഇപ്പൊ ഇൻട്രസ്റ്റഡ് എന്ന് അടിച്ച ആൾക്കാരിലെ പകുതിയിലായിരിക്കും ഇപ്പൊ നോ 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 ആയിട്ട് തിരിച്ചു വന്നു. ഇനി ഒന്നുകൂടി ചോദിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം, വെറുതെ കേൾക്കരുത്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തെ കളർഫുൾ ആക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തെ കളർഫുൾ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം? അപ്പൊ കറക്റ്റാ. യെസ്, എങ്കിൽ സന്തോഷത്തോടു കൂടി ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്ന് അടിച്ചോളൂ. ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്ന് സന്തോഷത്തോടു കൂടി അടിച്ചോളൂ. ഇവിടെ റെഡിയാവും.
ഇനി എങ്ങനെയാണ് കളർഫുൾ ആക്കേണ്ടതെന്ന് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന്? എളുപ്പത്തിൽ മനസ്സിലായോ? ഒരൊറ്റ കാര്യം മതി അവിടെ, അല്ലെ? എന്താണത്? എന്തായിരിക്കും ആ കാര്യത്തെ പറ്റി? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഈ സാധനം ഇപ്പൊ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്നു. പറ്റും നമുക്ക് വേണ്ടതും തമ്മിലുള്ള വ്യത്യാസത്തെ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ചാടി ഓട്ടുകയാണ്. എങ്ങോട്ടാ? ഞാൻ റെഡി. എങ്ങോട്ടാ അറിയില്ല. ആരെയും അല്ലെ, മുയലും അണ്ണാനും പന്തയം വെച്ച പോലെയാണ്. കുറച്ച് കഴിയുമ്പോഴേ ഞാൻ ഈ വഴി അല്ലല്ലോ ഓടണ്ടേ, മാറിപ്പോയല്ലോ, ഓടിക്കഴിഞ്ഞ് പകുതി എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുക ഈ വഴി അല്ലല്ലോ. തിരിഞ്ഞോടാനോ പറ്റില്ല, വഴി മാറി ഓടാൻ മാത്രമേ പറ്റൂ. ലൈഫിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്. നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട്, അതിപ്പോ ഇവിടെ വരക്കാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കാം. പിന്നെ വൈറ്റ് ബോർഡൊക്കെ ഉണ്ടോ ഇപ്പൊ ഇതിനകത്ത്? വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ വേറെ ആരും വരക്കരുത്, ഞാൻ മാത്രം വരക്കാം. എനിക്ക് പറ്റുമെന്നറിയില്ല, ഞാൻ ഇതൊന്നും ചെയ്യാറില്ല പൊതുവെ. നമ്മളെല്ലാരും സ്കൂളിൽ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ലൈഫ് എങ്കിൽ ഇത് നിങ്ങളുടെ ഏജ് ആണെന്ന് കരുതിക്കോ. നിങ്ങളാരും വരക്കരുത്, ഞാൻ മാത്രം വരച്ചാൽ മതി. ഇന്നലെ ഇതാണ് എല്ലാവരും. ഇത് നിങ്ങളുടെ ഏജ് ആണെന്ന് കരുതിക്കോ. ഇത് നിങ്ങളുടെ ലൈഫാണെന്ന് കരുതിക്കോ. നിങ്ങൾ എത്ര പേര് വിചാരിക്കുന്നു ലൈഫ് ഇങ്ങനെ അങ്ങ് പോകണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ലൈഫ് ഇങ്ങനെ അങ്ങ് പോകണം? അതെ, ഇതുപോലെ ഇങ്ങോട്ടും മുകളിലോട്ടും പോകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എത്ര പേർക്ക് മനസ്സിലായി? മറ്റുള്ളവരെല്ലാം വരച്ചതായി, അതിന്റെ ബ്ലോക്ക് ചെയ്യാൻ എനിക്കറിയില്ല. ഇങ്ങനെ ലൈഫ് പോകണമെന്ന് ആഗ്രഹം. വളർന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മാത്രമുള്ള ലൈഫ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇല്ലല്ലോ, ആർക്കും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പോവാ ലൈഫ്? ഒരു രസം ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെ? ലൈഫിന് എപ്പോഴും ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഏറുന്നെല്ലാം മാറി ആഹാ സന്തോഷം, കുറഞ്ഞാലോ എന്റെ ജീവിതം പോയേ എന്നും പറയും. വീണ്ടും ഏറിയാൽ ആഹാ അടിപൊളി. പിന്നെന്താ? ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പോയിന്റിലേക്ക് വരാം. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ആർക്കാ ഇല്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാവും? ഇത് കഷ്ടപ്പാടാന്ന് എങ്ങനെ മനസ്സിലാവും? പഞ്ചസാര ജീവിതത്തിൽ കഴിക്കാത്ത ഒരാൾക്ക് പഞ്ചസാരയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് പഞ്ചസാരയാണ്. അപ്പൊ എവിടെയോ നിങ്ങളത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ അനുഭവിച്ചത്. ഇത് ശ്രദ്ധിക്കുക. നോക്കൂ, ഞാൻ കൃത്യമായി പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ രുചിച്ചു നോക്കിയാൽ എങ്ങനെ മുമ്പേ പഞ്ചസാരയുടെ ടേസ്റ്റ് ആരെങ്കിലും പറഞ്ഞാലല്ലേ അത് മധുരമാണെന്ന് അറിയുള്ളൂ. മുമ്പേ പറഞ്ഞു വെച്ചതല്ലേ? രുചിച്ച നാട്ടിൽ രുചിച്ച് നോക്കിയാൽ മധുരമാണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഓൾറെഡി പ്രീ ബിൽറ്റിനാണ് നമ്മളിൽ മധുരം എന്ന് പറയുന്ന ടേസ്റ്റ്, അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ട് പഞ്ചസാര മധുരിക്കുമെന്ന് ചെറുപ്പത്തിലെ കേട്ടത് കൊണ്ടാണ് പഞ്ചസാര നമുക്ക് മധുരിക്കുന്നതായി മാറുന്നത്. അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുക? പ്രോഗ്രാം ആവില്ല ഇതിനകത്ത്. പ്രോഗ്രാം വേണ്ടേ ഈ മനസ്സിലാക്കാനുള്ള? ഇതെല്ലാം പ്രീ പ്രോഗ്രാമിലല്ലല്ലോ, നമ്മൾ ഗ്രഹിച്ചെടുത്ത് പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പാട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു മുൻവിധികൾ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, ആർക്കും കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് കഷ്ടപ്പാട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്ത വഴി എന്തായിരിക്കും? അതാണ് ചോദ്യം. നമുക്ക് കഷ്ടപ്പാടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, എനിക്കിതല്ല ആവശ്യമെന്നും എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ എടുക്കേണ്ടത്? സ്വയം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞു പോവാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എസ്കേപ്പ്, കഷ്ടപ്പാടിന് എങ്ങോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും? വേർ യു ഗോ, അതാണ് പോയിന്റ്. എസ്കേപ്പ് ആണ് നിങ്ങൾ എഴുതിക്കോ. എങ്ങോട്ടാണ്? എത്ര പേരും? ഓവർകം ചെയ്യണം. ശരിയാണ്. എങ്ങനെ ഓവർകം ചെയ്യും? അതല്ലേ അറിയാത്തത്. എങ്ങോട്ടാണ് ഓവർകം? എവിടേക്കാണ് ചെയ്യേണ്ടത്?
അവിടെയാണ് പ്രധാനം. എസ്കേപ്പ് ചെയ്യണമെന്ന് വേണം. യെസ്, ശൈല പറഞ്ഞു, ദാറ്റ് ഈസ് ഗുഡ്. വേണ്ടതിനെ പറ്റി ചിന്തിക്കൂ. കഷ്ടപ്പാട് നമുക്ക് വേണ്ട, ശരി. ഞാൻ എപ്പോഴും പറയാണ്ട് മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. റീപ്ലേസ് വിത്ത് എ കറന്റ് വൺ. ഇപ്പോഴുള്ള ചിന്താഗതിയെ മറ്റൊരു ചിന്താഗതി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എങ്കിൽ മാത്രമേ മൈൻഡ് പ്രോഗ്രാം ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എംപ്റ്റീനെസ് അവിടെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പ്രോഗ്രാമേ ഇല്ല. നിലവിലുള്ള പ്രോഗ്രാം തെറ്റാണെങ്കിൽ പുതിയ പ്രോഗ്രാം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ആ പ്രോഗ്രാമിൽ റീറൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അങ്ങനെ മാത്രമേ മൈൻഡിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ എപ്പോഴാണോ ഇതിനെ സ്വയം ശ്രദ്ധിക്കുക എന്ന് പറയും, സ്വയം ശ്രദ്ധിക്കുക, അവനവന് ശ്രദ്ധിക്കുക, അവനവന്റെ പാളിച്ചകൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് ഞാൻ മാറേണ്ടത്, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന ചിന്തയാണ് വേണ്ടത്. ഇന്നലെ ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ഞാൻ യാദർച്ഛികമായി ഫോൺ എടുത്തപ്പോ പറഞ്ഞു, സാറേ ഒരു കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞു, സാറേ എന്റെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലാണ്, കഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്. ഞാൻ പറഞ്ഞു, എന്താ വിഷയം? സാറേ പറയാതിരിക്കാൻ പറ്റില്ല, സാറ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, എന്റെ ജീവിതം അങ്ങനെ. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഓക്കെ എന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. നിങ്ങൾക്ക് എന്താ ആവശ്യം? അയ്യോ എനിക്കിതെന്ത് പുറത്ത് കിടക്കണം, എന്നിട്ട് എങ്ങോട്ട് പോകണം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ അത് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല സാർ, എനിക്ക് മാറണം ഇതിന്. എങ്ങോട്ടാ, എന്താ നിങ്ങൾക്ക് ആവശ്യം? മാറണം. എന്താ മാറേണ്ടത്? കഷ്ടപ്പാട് മാറണം. അപ്പൊ എന്താ പകരം വേണ്ടത്? അതറിയില്ല. അല്ല അത് ഭർത്താവ് ശരിയില്ല, ഭർത്താവ് അങ്ങനെ ഓക്കെ, ഭർത്താവ് എങ്ങനെ ആവണം? ഭർത്താവ് നല്ല മനുഷ്യനാണ്. അത് എന്താണ് ഈ നല്ല മനുഷ്യൻ? ഭർത്താവ് നല്ല മനുഷ്യൻ എല്ലാവർക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ല മനുഷ്യരാവണ്ടേ? നല്ല ഭർത്താവായിരിക്കണം, നല്ല മക്കളായിരിക്കണം, നല്ല കുട്ടികളായിരിക്കണം, നല്ല അച്ഛനായിരിക്കണം, നല്ല അമ്മയായിരിക്കണം, അല്ലെ, നല്ല ഭാര്യയായിരിക്കണം, ഒക്കെ വേണ്ടേ? എന്താണ് ഈ നല്ലത്? അതറിയില്ല, അതെനിക്കറിയില്ല. നല്ലതായിരിക്കണം. ഇവിടെയല്ലേ നമുക്ക് ഒരു ബോധമുണ്ടോ എന്ന്, ലക്ഷ്യമുണ്ടോ? എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. എന്തിനാണെന്നറിയോ? എന്നെപ്പറ്റി അല്ല എനിക്ക് കഷ്ടപ്പാട്. എന്റെ മകൻ ശരിയല്ല, അവൻ 10ാം ക്ലാസ് ആണ് പരീക്ഷ, അവൻ പഠിക്കുന്നില്ല, അവൻ എഴുതുന്നില്ല, അവനെ എങ്ങനെ പാസ്സാക്കാൻ പറ്റും, അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ ശരി. അപ്പൊ അവനെ പറ്റി അവൻ ചിന്തയില്ല, അവനൊന്നും ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, അടുത്ത ഭർത്താവിനെ പറ്റി, ഭർത്താവിന് ഭയങ്കര ടെൻഷനാണ് സാറേ, ഭർത്താവ് എന്നും ടെൻഷനിലാണ്, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി. ഓക്കെ ശരി. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയിട്ട്? ഞാൻ ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പുള്ളി വന്നാൽ മിണ്ടാതിരിക്കും, ഒരക്ഷരം മിണ്ടാതെ ഞാൻ എന്റെ വഴിക്കും. എന്നിട്ട് നിങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിരിക്കും. അവനെ എളുപ്പമല്ലേ പരിപാടി? ലളിതമായ മറുപടി അല്ലേ? എന്തായിരിക്കാം വീട്ടിലെ അവസ്ഥ? മകനെ കണ്ടാൽ ആദ്യം ഒരു പോയിരുന്ന് പഠിക്കട. അമ്മേ ഒരു വാക്ക് പറയാനായിട്ട് അമ്മയുടെ അടുത്ത് വരുന്ന മോനോട് പോയിരുന്ന് പഠിക്കട. അപ്പൊ മകൻ പോയി അവിടെ നിന്ന് പിന്നെ അവൻ എത്ര നേരം ഒരാൾക്ക് പഠിക്കാൻ പറ്റും? അവനവന്റെ ചിന്തയില്ലേ? കഷ്ടപ്പാടുകൾ മുഴുവൻ ഉള്ളത് ആരുടെ പേരിലാണെന്നറിയോ? മറ്റുള്ളവന്റെ പേരിലാണ്. എനിക്ക് കഷ്ടപ്പാടുണ്ട് ബിക്കോസ് ആ ആളെ കൊണ്ട്. എന്നാൽ ഞാൻ എന്റെ കഷ്ടപ്പാട് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള യാതൊരു തര കാര്യങ്ങളും നമുക്കില്ല. നമുക്ക് എന്ത് വേണം? ഓക്കെ, മകൻ 10ാം ക്ലാസ് പഠിക്കണം, മകൻ എത്ര മാർക്ക് വേണം? അയ്യോ അതെനിക്കറിയില്ല. അവൻ എത്ര മാർക്കിൽ അവൻ വിജയിക്കാന്നില്ല, അവൻ ജയിക്കണം. എത്ര മാർക്ക് കിട്ടി അവൻ ജയിക്കും? അതെനിക്കറിയില്ല. A+ തന്നെ എത്ര മാർക്കാ? അയ്യോ സാറേ ഞാൻ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല അതിനെ പറ്റിട്ട്. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഈ ടെൻഷൻ? നിങ്ങൾക്ക് ഇത് അറിയില്ല, ടെൻഷൻ എന്തിനാ? അത് പറ്റില്ല. അവൻ വേണം. ഇപ്പൊ എത്ര മാർക്ക് ഉണ്ട് അവന്? ഞാൻ നോക്കിയിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ല. അല്ലേ? ഇത് യഥാർത്ഥമല്ലേ? ഭർത്താവിന് ടെൻഷൻ ഉണ്ട്, ഒക്കെ ഭർത്താവിന് കടമുണ്ട്. ഭർത്താവ് കുറേ കടമുണ്ട് സാറേ, സ്വത്ത് എത്രയുണ്ട് അതെനിക്കറിയില്ല. ഞാൻ ഭാര്യമാരെ പറ്റി മാത്രം പറഞ്ഞതാണ്. മറ്റുള്ളവർ ഇതേപോലെയാണ് തിരിച്ചുള്ളൂ കേട്ടോ. ഞാൻ അധികം പരാതി പറയുന്ന ആൾക്കാരാണ്? പെണ്ണുങ്ങളാണല്ലോ. കൂടുതൽ പരാതി പറയുന്ന ആരെന്ന് ചോദിച്ചാൽ പറയും പെണ്ണുങ്ങളാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പോ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പാകപ്പെടുത്തി നിർത്തുന്ന രീതിയിൽ സ്വയം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കെന്ത് വേണം? എന്റെ മനസ്സിന് എന്ത് വേണം? എവിടെ എനിക്ക് സ്വസ്ഥത കിട്ടും? ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് പൂർണ്ണമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും? ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റും? എന്റെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എന്താണ്? എന്ത് കഴിക്കുമ്പോൾ, എന്ത് നിൽക്കുമ്പോൾ, എവിടെ നിൽക്കുമ്പോൾ, എന്ത് ചെയ്യുമ്പോൾ ഞാൻ പീസ്ഫുൾ ആവുന്നു? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷനിൽ എല്ലാവരും വീണ്ടും അത് തന്നെ പറഞ്ഞു. മെഡിറ്റേഷന് ഞാൻ എല്ലാവരും വെറുതെ ഒന്നിരിക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും ഇരുന്നു, വെറുതെ ഇരിക്കാം, വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ ഇരിക്കാൻ പറയും. 10-15 എനിക്കൊരാൾ മെസ്സേജ് അയച്ചതാ ഇന്ന്, സാർ എന്ത് പണി കാണിച്ച ഇന്ന് രാവിലെ മെഡിറ്റേഷൻ 25 മിനിറ്റ് സാറ് വെറുതെ ഇരുത്തിച്ചു. ഞങ്ങൾ എത്ര പണിയുടെ ഇടയിലാ വരുന്നതെന്നറിയോ? സാർ ഇങ്ങനെയാണോ മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുക?
ഇന്ന് മെസ്സേജ് അയച്ചതാ ആള്. ഞാൻ സന്തോഷം, നിങ്ങൾ നാളെയും ഇതുപോലെ ഇരിക്കുക, നാളെയും ഞാൻ ഇതുപോലെ ഇരുത്തെന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ട് വെറുതെ ഇരുന്നത് 10-25 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര നഷ്ടം സംഭവിക്കുന്ന അറിയോ? എവിടേക്കാണ് ഓടണേ? അങ്ങനെ ഓടാൻ പറ്റില്ല. ജീവിതം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. സ്വയം ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ അവനവനിലേക്ക് ഇറങ്ങിയിടണം. സ്വയം അറിയണം, അവന്റെ മനസ്സിനെ അറിയണം, അവന്റെ ആത്മാവിനെ അറിയണം, അവന്റെ ശരീരത്തെ അറിയണം. ഇതറിയില്ല. ഞാനിടുന്ന ഡ്രസ്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഭർത്താവ് എന്താ ഇടുന്നത്, ഭാര്യ എന്താ ഇടുന്നത്, അല്ലെങ്കിൽ മകൻ എന്താ ഇടുന്നത് കൃത്യമായിട്ട് അറിയാം. എന്റെ ഡ്രസ്സ് നോ ഐ ഡോണ്ട് നോ. സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നമ്മളിൽ എടുത്തു വെച്ചില്ല. മേക്കപ്പ് ഇടുന്ന വെച്ചറിയോ, അതൊക്കെ ജീവിതത്തിൽ എപ്പോഴോ മറന്നുപോയി സാർ. ഞാൻ 45 വയസ്സായി, ഇനി എന്ത് മേക്കപ്പ് എനിക്ക്? ഇതൊക്കെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടോ, ഞാൻ കേൾക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടോ? ഇന്ന വരെ ഞാൻ പോകുള്ളൂ. എല്ലാത്തിനും പരിമിതി ഉണ്ട്? ഇല്ല, എല്ലാത്തിനും പരിമിതി ഉണ്ട്. പക്ഷെ വായി തുറന്നാൽ മാത്രം പരിമിതി ഇല്ലാത്ത അവസ്ഥയുള്ളൂ. വായി തുറന്നില്ലെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാണ് സാർ. എപ്പോഴാ? ഉറങ്ങുമ്പോൾ മാത്രം നല്ല മനുഷ്യൻ. വായി തുറന്നു പോയാൽ രക്ഷയില്ല. ടക്കടക്കാന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? പരാതികൾ മാത്രം തുറന്നു പറയും. മാറ്റം ആഗ്രഹമുണ്ടോ? മാറണമെന്നുണ്ടോ? ആദ്യം നിർത്തേണ്ടത് എന്താണ്? പരാതികൾ. എല്ലാത്തിനും പരാതി. സൂര്യൻ കിഴക്കുതിച്ചാൽ പരാതി, ചൂട് കൂടി. 10 മണിയാകുമ്പോൾ ചൂട് കൂടി. മഴമേഘം വന്നാൽ പരാതി, മഴമേഘം വന്നില്ലെങ്കിൽ പരാതി. അല്ലേ? മുറ്റത്ത് ഇല വീണാൽ പരാതി, ആ മുറ്റത്തുള്ള മരം ഉണങ്ങിപ്പോയാൽ അതും പരാതി. ഞാൻ ഉദാഹരണം സിമ്പിളായിട്ട് പറയാം അല്ലെ? വളരെ ലളിതമായിട്ടുള്ള പരാതികളാണ്. സ്വയം നമ്മുടെ ശ്രദ്ധിക്കുക. എത്ര പേർക്ക് അവനവന്റെ ശ്രദ്ധയുണ്ട്? എത്ര പേര് മെഡിറ്റേഷനിൽ, എത്ര പേര് യോഗ, എത്ര പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്? കിച്ചണിൽ നിന്ന് ടേബിളിലേക്ക്, ടേബിളിൽ നിന്ന് കിച്ചണിലേക്ക്. ടോട്ടൽ അളന്നു കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് കെട്ടിയിട്ട് കണക്ക് പറഞ്ഞാൽ ഇന്നത്തെ 1 കിലോമീറ്റർ 10 കിലോമീറ്റർ വാക്കിംഗ് ആണ് ഇന്നത്തെ. ഇതേപോലെ എന്തിനാ പോയെന്നറിയോ? ആദ്യം പ്ലേറ്റ് എടുത്തു, ടേബിളിൽ കൊണ്ടുവച്ചു, പിന്നെ പോയി സ്പൂൺ എടുത്തു, ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഇവിടെ അല്ലേ? ഞാൻ ഒരു വിഭാഗത്തിൽ പറയല്ല, എല്ലാവരുടെ അവസ്ഥയാണ്. എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, കുളിച്ചിട്ട് വന്നിട്ട് ഓട്ടം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആകെ 2 സാധനം, ഒരു പാന്റും ഒരകത്തുനിന്ന് സാധനം എടുത്തിടാനായിട്ട് 15 പ്രാവശ്യം റൂമിൽ നടന്നു. ഇത് ചിലരുടെ ഹാബിറ്റ് ആയിപ്പോയി. ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ മാറ്റണം. സ്വയം എല്ലാത്തിനും ഒരു പരിമിതികൾ നിശ്ചയിക്കുക. സമയബന്ധിതമായി കാര്യം ചെയ്യാൻ ശ്രമിക്കുക. കഷ്ടപ്പാട് മാറ്റാനുള്ള വഴികളാ പറഞ്ഞിട്ടോ. നാളെ കേൾക്കുന്ന സാറേ കഷ്ടപ്പാട് മാറ്റാനുള്ള വഴികൾ എന്താന്ന് ചോദിക്കുന്നത് തന്നെ പറഞ്ഞു. ഓക്കെ. മൂന്നാമത്തെ കാര്യം, എത്ര പേർക്കുണ്ട് എന്ന് മാത്രം പറയുക. 2 അക്ഷരമുള്ള ഒരു സാധനം നിങ്ങൾക്ക് പലർക്കും ഇല്ലാത്തൊരു സാധനത്തിന്റെ പേര് പറയാമോ? മലയാളത്തിൽ 2 വാക്കുകൾ. പിരിച്ചെഴുതിയ 3 വാക്ക്, കൂട്ടി എഴുതിയ 2 വാക്ക്. എത്ര പേർക്ക് അതുണ്ട്? യെസ്, ഉണ്ട് സാറേ. പക്ഷെ ചില സമയത്ത് സാധനം വിട്ടുപോകും, ടക്കേന്ന് പറഞ്ഞ് പോകും അല്ലെ? ക്ഷമ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷമ ഇല്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ വിജയം എന്ന് പറയുന്ന 3 വാക്കിൽ എത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സംഭവം അവർക്ക് നടക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരും. എത്ര പേർക്ക് അതുണ്ട്? ഞാൻ ക്ഷമയുള്ള ഒരാളാണ്. ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. ഒറ്റ പോയിന്റ് പിടിച്ചിട്ട് നിങ്ങൾ ക്ഷമയെ പൊട്ടിച്ചെറിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് ഞാൻ പുഞ്ചിരിക്കുന്നതുകൊണ്ട്, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സാറിന്റെ അടുത്ത് എക്സിറ്റ് ചെയ്ത് പോവില്ല. പക്ഷെ കംപ്ലീറ്റ് ബോഡി അങ്ങ് വൈബ്രേറ്റ് ചെയ്യും. ഇതുപോലുള്ള മനുഷ്യനാണ്. ക്ഷമയുടെ നെല്ലിപ്പടി കാണണം. ക്ഷമ പരിശീലിക്കണം. മാലിന്യങ്ങൾ ഏറ്റവും നമ്മളെ തകർത്ത് കളയുന്ന സാധനമാണ് ക്ഷമയില്ലായ്മയിൽ അടുത്തത് എന്താ സംഭവിക്കാന്നറിയോ? 10 മാലിന്യങ്ങളെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രിഗറിങ് പോയിന്റ് ആണ് ക്ഷമ എന്ന് പറയുന്നത്. ഇത് മാറ്റാനുള്ള കാര്യം നേരത്തെ പറഞ്ഞില്ലേ, 10 മാലിന്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മതി. ഞാൻ അപകർഷതാബോധമുള്ള ഒരാളാണോ, ഞാൻ കുറ്റബോധമുള്ള ഒരാളാണോ, ഇതെല്ലാം ക്ഷമയുടെ അടുത്ത പടികളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല 1111 വെക്കുന്ന 2ാമത്തെ ക്ലാസ് കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായോ എത്ര അമേസിംഗ് ക്ലാസ്. അപ്പൊ 10 ക്ലാസ് ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എല്ലാ ക്ഷമയുള്ളവർ രക്ഷപ്പെടും. ക്ഷമയുണ്ടാവുക. ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലക്ഷ്യം വേണം. ഫസ്റ്റ് പറഞ്ഞത് ലക്ഷ്യമുണ്ടായാൽ ഇതൊന്നും വിഷയമേ ആവില്ല. കാരണം ലക്ഷ്യത്തിലേക്ക് ക്ഷമയോടെ കഞ്ഞു വരും. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ സ്വന്തം ജീവിതത്തെ പാകപ്പെടുത്തും.
സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കും ലക്ഷ്യത്തിന്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വർഷമെങ്കിലും 2024 ഇങ്ങനെയായി, 2025 ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കണം എന്നുള്ള ഇതിലാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നത്. ബാക്കി ഇപ്പൊ ആദ്യത്തെ ആൾ ഇന്ന് അവർക്ക് ലാസ്റ്റ് ക്ലാസ് ആണ്. നമുക്കിന്ന് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കോ, 5 വിഷയങ്ങളിലും, അതായത് സമ്പാദ്യത്തിലും അല്ലെങ്കിൽ വെൽത്തിലും ഹെൽത്തിലും ബന്ധങ്ങളിലും എന്റർടൈൻമെന്റിലും സ്പിരിച്വാലിറ്റിയിലും 5 കാര്യങ്ങളിലും 20-ലധികം ഗോളുകൾ എഴുതി തയ്യാറായി നിൽക്കുകയാണ്. ഇത് ഞാൻ നേടിയേ തീരുള്ളൂ. നോക്കിക്കോ, അതിലുള്ള 80% ആൾക്കാരും 2025 ആകുമ്പോൾ അവരെഴുതിയ കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. എന്തുകൊണ്ടാണ് 80% എന്ന് പറഞ്ഞല്ലോ, ബാക്കി 20% എന്തുകൊണ്ട് പറയാത്തല്ലോ? ഇത് എഴുതിയെന്ന് വെച്ചാൽ യാതൊന്നും മനസ്സിലായിട്ടില്ല, യാതൊരു സ്റ്റെപ്പ് എടുക്കാത്ത 20% ആൾക്കാരുണ്ടാവും. 80% ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് അത് നടന്നിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേ സമയത്ത് 2025 ഇതേപോലെ ക്ലാസ് എടുക്കാൻ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ അന്ന് ഓരോ ആളെയും വിളിച്ചു ചോദിക്കും എത്ര നേടിയെന്ന്. കറക്റ്റ് പറയും, അത് അത്രയും നേടിയിരിക്കും അവർ. ഇത് ലക്ഷ്യബോധമില്ലാത്തടത്ത് ഒന്നും സാധ്യമാവില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ പലരും ഇങ്ങനെ കുഴിയാന കറങ്ങുന്ന പോലെ കറങ്ങുന്നുണ്ട്. എന്താ ഞാൻ എഴുതേണ്ടത്, എന്താ എന്റെ ലക്ഷ്യം, ഒരു പിടിയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ക്ഷമ കൂടുതലാണ്, പക്ഷെ പൊട്ടിപ്പോയാലും ജയിക്കില്ല. തഥാസ്തു, എന്താണോ നീ വിശ്വസിക്കുന്നത് അത് സംഭവിക്കട്ടെ. ഇത്രയേ പറയാനുള്ളൂ കേട്ടോ. കൃത്യമായി വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ പറയും. അപ്പോൾ വളരെ കൃത്യമായി ലക്ഷ്യബോധം ഉണ്ടാക്കുക. അതെല്ലാവരും അത്ര ചെറിയ പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. 2222 ഏറ്റവും കേരളത്തിൽ ഏറ്റവും കുറവ് ഫീസോടുകൂടി വിഷൻ ബോർഡ് ചെയ്യുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും. വേറെ ആരും വിഷൻ ബോർഡ് ആ ഫീസിൽ ഇത്രയും സിസ്റ്റമാറ്റിക് പഠിപ്പിക്കുന്നവരുണ്ടാവില്ല. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ കയറി വരിക. അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഈ നമ്മുടെ ഇംപ്യൂരിറ്റീസിന്റെ കാര്യത്തിലേക്ക് കടന്ന് അതൊന്ന് ക്ലിയർ ചെയ്ത് തിരിച്ചു വരൂ. നിങ്ങൾക്ക് സമയമുണ്ട്. 2ാമത്തേൽ ഞാൻ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടാണ് പറയുന്നത്. 80% 20% പറഞ്ഞില്ലേ, അവരോട് പറഞ്ഞ മാലിന്യങ്ങൾ കൂമ്പാരമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റില്ല, പുറത്തോട്ട് വരാൻ പറ്റില്ല. ആ മാലിന്യങ്ങളെ മനസ്സിലാക്കണം, അതിന് പുറത്തിറങ്ങണം. അതിന് വേണ്ടത് നമ്മുടെ റിമൂവ് ഇംപ്യൂരിറ്റീസിന്റെ പ്രോഗ്രാം ചെയ്യണം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് 1111 രൂപയുള്ളൂ. ചേരുക, പഠിക്കുക. ഞാൻ ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ക്ഷമ പറയുന്നത് ഇത് തന്നെയാണ്. ക്ഷമ അതിൽപ്പെട്ട സാധനം. ക്ഷമ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന്. എങ്ങനെ മാറ്റാൻ പറ്റും? ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ്? ഈ കാര്യങ്ങളെല്ലാം നേടാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞേ, എന്താണ് ചെയ്യേണ്ടത്? മാറ്റത്തിനായി നിങ്ങൾ സ്വയം തയ്യാറാവുക. മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പിടിച്ചോ എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കുത്തി തന്നിട്ട് മാറ്റിക്കാനൊന്നും പറ്റില്ല. സ്വയം ബോധത്തിലൂടെ എനിക്ക് മാറണം എന്നുള്ള പൂർണ്ണമായ തീരുമാനത്തിലൂടെ, കൃത്യമായ ചിട്ടയിലൂടെ നിങ്ങൾ ഒന്ന് കടന്നു പോയാൽ മതി. പിന്നെ എല്ലാം സംഭവിച്ചിരിക്കും. ഒന്ന് ആ പൈപ്പിനകത്തുകൂടി നിങ്ങൾ കടന്നു പോയാൽ മതി. ചിട്ടയായ പ്രവർത്തനത്തിനും മറ്റു കാര്യത്തിനും നിങ്ങളുടെ സ്വയം ബോധത്തിലൂടെ എനിക്ക് മാറണം, അതിൽ ഞാൻ കോംപ്രമൈസ് ഇല്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെ മുന്നോട്ട് പോകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തു കടക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഒരു കാര്യം, ഇന്ന് ഇത്രയും സമയം നിങ്ങളോട് കേട്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു കാര്യത്തിൽ ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കാൻ തയ്യാറാണ്. ഇന്ന് ഈ ഡേറ്റ് വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കാൻ തയ്യാറാണ്. തടസ്സങ്ങൾ മാറാൻ എന്ത് ചെയ്യണം തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ മാറുന്ന എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ തടസ്സം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സാണ് തടസ്സമെങ്കിൽ മനസ്സിനെ മനസ്സിലാക്കുക. എന്നിട്ട് ഏതാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക, അതിൽ മാറ്റപ്പെടുത്തുക. ഇത് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരു വഴികളും ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ആരാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു ലോകത്ത് അവനവൻ മാറ്റപ്പെടുത്താൻ എന്താണ് അനഹ ചോദിച്ചത്? മാറാൻ ഞാൻ സ്വയം തയ്യാറാവുക, എന്നിട്ട് മനസ്സിലാക്കിയെടുക്കുക എവിടെയാണ് എനിക്ക് മാറേണ്ടത്, എന്താണ് എന്റെ ട്രിഗറിങ് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. അതിൽ ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടി ചെയ്യുക. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്.
പഠിക്കുക, അത് പ്രവർത്തിക്കുക. എളുപ്പമുള്ള കാര്യങ്ങളാണ്, വലുതൊന്നുമില്ല. ആർക്കും, ഒരു കുഞ്ഞു കുട്ടിക്കോ വിദ്യാഭ്യാസമുള്ളവർക്കോ ഇല്ലാത്തവർക്കോ ആർക്കും ചെയ്യാവുന്ന ലളിതമായ രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇൻഫ്യൂഷൻ ടൈപ്പാണ്. പതുക്കെ 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 കുത്തിവെക്കുന്ന, അത് ഫോളോ ചെയ്യുക, അതങ്ങ് മാറി വരും. ഇതിന് തയ്യാറാവുകൊണ്ട് തീരുമാനം നിങ്ങളുടേതാണ്. എനിക്ക് മാറണം, ഞാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല, അവര് മാറട്ടെ, ഞാൻ പെർഫെക്റ്റ് ആണ്, അവര് മാറട്ടെ എങ്കിൽ അവര് മാറില്ല, നിങ്ങളും മാറില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവർക്ക് മാറ്റം ഉണ്ടാവണം, നിങ്ങളിലാണ് മാറ്റം ഉണ്ടാകുക. കാരണം നിങ്ങൾക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം കുറെ കാര്യങ്ങൾ, ഇങ്ങനെ കുറെ ക്ലാസ്സുകൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞാണ് നിങ്ങൾ അത് തയ്യാറാവുക. അതിന് 3 കാര്യങ്ങൾ ഇപ്പൊ നമ്മളോട് ചെയ്യും. നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, 1, ലക്ഷ്യബോധം ഉണ്ടാക്കാൻ വിഷൻ ബോർഡ്, ഗോൾ സെറ്റിംഗ്സ് വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. 2, അതിൽ ഈ ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ ആണുള്ളതെങ്കിൽ 2 ക്ലാസ്സുകളാണ്. ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ് ആണ് അതിന് ചെയ്യുന്നത്. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അത്രയും കാശില്ല, എനിക്ക് അത്രയും വലിയ കോഴ്സ് പോകാൻ പറ്റില്ല, എനിക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആപ്പൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പരിജ്ഞാനമില്ല എന്ന് പറയുന്നവർക്ക് മാത്രം, അത് കൃത്യം പറയുന്നു, അത്രയും പരിജ്ഞാനമില്ലാത്തവർക്ക് മാത്രം 1111 രൂപ കൊടുത്ത് നമ്മുടെ 10 ദിവസത്തെ ക്ലാസ് ചെയ്യാം. അത് ഓഡിയോ ആണ്. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത്, മറ്റത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സാണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അസൈൻമെന്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്ന കോഴ്സാണ്. അതിൽ 10,000 രൂപയാണ് ഫീസ് ഉള്ളത്. അതും ഏറ്റവും കുറവിലാണ് ചെയ്യുന്നത്. എത്ര ദിവസമൊന്നുമില്ല, അൺലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഇന്ന് ഇപ്പൊ പറഞ്ഞു വന്ന ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. കാസർഗോഡ് ക്ലാസ് വെക്കുമ്പോൾ സാർ, ലളിത കുറേ പ്രാവശ്യമായിട്ട് ഈ ക്ലാസ് ചോദിക്കുന്നുണ്ട്, കാസർഗോഡ് ക്ലാസ് വെക്കണം എന്ന്. എനിക്ക് ആഗ്രഹമില്ല ലളിത, സത്യമായിട്ട് പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാലോ. ഇപ്പൊ ഇത് കേൾക്കുന്ന കാസർഗോഡുകാരുണ്ടെങ്കിലും പറയാണ്, കുറേ സമയം കാസർഗോഡ് ഇനി എടുക്കട്ടെ, ഈ ലോകത്തേക്ക് തിരിച്ചറിയാനായിട്ട് കുറേ സമയം എടുക്കും. ഇവിടെ നിന്ന് ആർക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സമയം എടുക്കും. ഞാൻ റെഡിയാണ്. എപ്പോഴും നാളെ വേണോ, നാളെ കാസർഗോഡ് കാസ്റ്റ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റൊന്ന് വേണോ, കാരണം എന്റെ നാട്ടിനെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ആരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അത് എടുത്ത് അതുകൊണ്ട് ക്ലാസ് വേണം, കാസർഗോഡ് എപ്പോ വേണം എടുക്കാനാണ്. നിങ്ങൾ കൂടിയിട്ട് എല്ലാവരും കൂടി കാസർഗോഡ് ക്ലാസ് വെക്കാൻ സാർ റെഡിയാണ് കേട്ടോ. അത്രയും മാറ്റം ഉണ്ടാവേണ്ട ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് വളരെ ആത്മാർത്ഥമായി സംബന്ധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നടത്തിയ ഒരു ക്ലാസ് പങ്കെടുക്കേണ്ടായിരുന്നു. മന്ത്രി വന്ന ക്ലാസ്സിൽ അവിടെയും ഞാൻ പറഞ്ഞതാണ്, കുറേ കാലം കൊണ്ടും ഇനിയും നമ്മുടെ നാട് അതിലേക്ക് ഉയരാനായിട്ട് എല്ലാവരും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ അത് വരട്ടെ. അപ്പൊ നമുക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ? ഇപ്പൊ എല്ലാവരും പെന്നും പേപ്പർ എടുത്തോളൂ എന്ന് കൃത്യമായ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ചിലപ്പോൾ 2024 ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞയാണിത്. അത് 2024 ലാസ്റ്റ് പ്രതിജ്ഞ നിൽക്കുക. ഇത് പാലിക്കാൻ നിങ്ങൾ 100% തയ്യാറാവണം എന്ന് വളരെ 10,000 കോഴ്സിൽ ഉണ്ട്. 10,000 കോഴ്സിൽ മെഡിറ്റേഷൻ ഫ്രീ ആണ്. 2 മാസം മെഡിറ്റേഷൻ ഫ്രീ ആണ്. 2 മന്ത്സ് കൊണ്ട് ആ കോഴ്സിനകത്ത് 2 or 3 മെഡിറ്റേഷൻസ് ബിൽറ്റിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മതിയാവും, അത്രയും വേണ്ടു. ഡെയിലി നമ്മുടെ വേണമെങ്കിൽ അത് വേറെ ക്ലാസ് ആണ്. പക്ഷെ 2 മാസം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം, നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ പങ്കെടുക്കാം. നിങ്ങൾക്ക് വേണം ഒന്ന് വിശാലക്ഷ്മി അഡ്മിനെ വിളിച്ചോളൂ, കൂടുതൽ ഡീറ്റെയിൽസ് അഡ്മിൻ തരും. നിങ്ങൾക്കുള്ള ചിലപ്പോൾ ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിൻ തരും കേട്ടോ, സംസാരിച്ചോളൂ. അപ്പോൾ എന്താണ്, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതിക്കോളൂ, എഴുതി വെച്ചോളൂ. ഇത് ദൃഢപ്രതിജ്ഞാവാചകമാണ്, വാചകമാണ്. തെറ്റിക്കരുത്. നിങ്ങൾ പാലിച്ചിരിക്കണം എന്ന് സത്യസന്ധമായി നിങ്ങൾ പാലിച്ചിരിക്കണം. ഞാൻ, നിങ്ങളുടെ പേര് എഴുതുക. ഞാൻ 20/12/2024 സ്വയം ബോധത്തിലൂടെ പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി എൻ്റെ വാക്കിലായാലും ചിന്തയിലായാലും പ്രവൃത്തിയിലായാലും കഷ്ടപ്പാട് എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യില്ലെന്നും എൻ്റെ ജീവിതം എന്നും സന്തോഷപ്രദമായിരിക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു.
ഓക്കെ, എഴുതി വെച്ചല്ലോ. ഇത് നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യണം. ജീവിതത്തിൽ ദിനേശ് സാർ ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നു എന്നുള്ള ആത്മാർത്ഥമായ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ അൺകണ്ടീഷണൽ ആയിട്ട് ഇവിടെ തരുന്ന ക്ലാസ്സാണ്. എല്ലാവർക്കും വേണ്ടി നൽകുന്ന ക്ലാസ്സാണ് ഇത്. ഞാനും നിങ്ങളും സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ സമസ്ത മേഖലയിലും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്റെ പുസ്തകത്തിന്റെ ക്യാപ്ഷനാണ് പറയുന്നത് കേട്ടോ, വാങ്ങിക്കാത്തവർ വാങ്ങിച്ചോളൂ. ശുഭാപ്തി വിശ്വാസം, ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ചെറിയതാണ്, വളരെ ലളിതമായ പുസ്തകമാണ്, ചെറുതാണ്, പക്ഷെ അത്രയും പ്രാക്ടീസ് ചെയ്യാനുള്ള. അപ്പൊ ശുഭാപ്തി വിശ്വാസം, ശുഭചിന്തകളോടും കൂടി ജീവിതത്തെ കാണുക. അപ്പോൾ ജീവിതത്തിൽ എല്ലാം മാറ്റം വരും. ഒന്നുകൂടി പറയണോ? അത് എനിക്ക് തന്നെ മറന്നുപോയില്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് രണ്ടാമത് എനിക്ക് ഓർമ്മ, ഞാൻ എഴുതി വെച്ചല്ലോ. നിങ്ങൾ എഴുതി വെച്ചവര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോ കാര്യം അത് എഴുതി വെച്ചവര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. അല്ല, ടൈപ്പ് ചെയ്യുന്ന എന്തെങ്കിലും എഴുതി വെച്ചത് സ്റ്റക്കായിട്ട് ഫുൾ കേട്ടില്ല. ഓക്കെ, ശ്രീജ എഴുതിയിട്ടുണ്ട് അവിടെ സ്റ്റക്കായ. ഞാൻ സ്റ്റക്കായ. ഞാൻ ചിന്തയിലായാലും എന്റെ രൂപ എത്ര രൂപയാണ് സാർ? എന്തിനാണ് എത്ര രൂപ? പ്രവൃത്തിയിലായാലും. ഒന്നുകൂടി ആരാ എഴുതിയത്? ഒറ്റ മിനിറ്റ്. സ്മിത അവിടെ എഴുതിയില്ലേ? സ്മിത ഇംഗ്ലീഷിൽ എഴുതിയ സ്മിത അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ 20/12/2024 സ്വയം ബോധത്തിലൂടെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ വാക്കിലായാലും ചിന്തയിലായാലും പ്രവൃത്തിയിലായാലും കഷ്ടപ്പാട് എന്നോ വാക്ക് പറയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ലാസ്റ്റ് ഇപ്പൊ കുറച്ച് ഇതായി. കഷ്ടപ്പാടെന്നോ എന്നോ ഇനി എന്തോ സാർ പറഞ്ഞു, അത് ഞാൻ ആ ഒരു വാക്ക് വിട്ടുപോയി. പറയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ഇല്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കഷ്ടപ്പാടെന്ന് പറയുകയോ ചിന്തിക്കുകയോ ചിന്തിക്കുകയോ ക്ലിയർ ആയില്ല എല്ലാവർക്കും? എന്റെ ജീവിതം സന്തോഷപ്രദവും എന്റെ ജീവിതം സന്തോഷപ്രദമാണെന്ന് ഞാൻ എന്താ പറയാ സ്ഥാപിക്കുന്നു. സന്തോഷപ്രദം ഞാൻ ഓക്കെ അഫർമേഷൻ ചെയ്തു. ഞാൻ സന്തോഷപ്രദം എന്താ ലാസ്റ്റ് പറഞ്ഞ ഇത് എനിക്ക് സന്തോഷപ്രദമാണെന്ന് വനജാദേവി അതെന്താ ലാസ്റ്റ് പറഞ്ഞത്? എന്റെ ജീവിതം സന്തോഷപ്രദമാണെന്ന് ഞാൻ ഓക്കെ സന്തോഷപ്രദമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. സന്തോഷപ്രദമാണ് ഞാൻ ഉറപ്പ് നൽകുന്നു. ശരിയാ. കാരണം ഞാൻ ഒരു സ്പോയിൽ ഇങ്ങനെ പറഞ്ഞു പോകണം, ഞാൻ എഴുതി വെച്ച് പറയുന്നല്ലോ. അതുകൊണ്ട് രണ്ടാമത് ഉറപ്പ് നൽകുന്നു. സന്തോഷപ്രദമാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കറക്റ്റ്. സെറ്റായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ എഴുതാനുണ്ടോ? യെസ്, ക്ലിയർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്ത് വേണം എഴുതിക്കോ. ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. എഴുതുമ്പോൾ നാളെ യൂട്യൂബ് ചാനലിന്റെ താഴെ പോവുക. യൂട്യൂബിൽ സുജ കൃത്യമായി എഴുതി. ഞാൻ 20/12 സ്വയംബോധത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി എന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കഷ്ടപ്പാടെന്ന് പറയുകയോ എന്റെ ജീവിതം എന്നും സുഖപ്രദമാണെന്ന് അയക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കറക്റ്റായി എഴുതി വെച്ചോളൂ. നാളെ നിങ്ങൾ ആ യൂട്യൂബ് ചാനലിന് താഴെ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്നുകൂടി ക്ലിയർ ആയി വരും കേട്ടോ. എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് അടുത്ത തലത്തിലേക്ക് കടക്കാം. എല്ലാവരും ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് ഇപ്പൊ തന്നെ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നവരൊക്കെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആർക്കെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ട് എഴുതി വെക്കുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. ഞാൻ ഇന്ന് പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 108 അഫർമേഷൻസിന്റെ ഒരു PDF ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് വിഷൻ ബോർഡിലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന 108 അഫർമേഷൻസിന്റെ PDF ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ഇപ്പൊ പങ്കെടുക്കുന്നവർക്ക് അത് വേണമെന്നുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിൽ രണ്ടിലും ഉണ്ട്. ഇതിനു മുമ്പ് നൽകിയതാണ്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഡ്മിന് ബന്ധപ്പെട്ട് ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ. നിങ്ങൾക്കത്
ഉപയോഗിക്കാം. പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം. കിട്ടിയവർക്ക് നല്ല സന്തോഷം, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കിട്ടാത്തവർ വേണമെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അവര് അയച്ചു തരും. അതിന് ചെറിയൊരു ഫീസ്, ചെറിയൊരു ഗുരുദക്ഷിണ മാത്രം, വളരെ ചെറിയൊരു ഗുരുദക്ഷിണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണ്ടവര് രാധികയെ ബന്ധപ്പെട്ട് രാധിക അയച്ചു തരും. നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു കോഴ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക, അതിന് ബന്ധപ്പെട്ടവർ അവരെ വിളിക്കുക, നിങ്ങൾക്ക് വേണ്ട ചോദിക്കുക. നാളെ നമ്മൾ വിഷൻ ബോർഡിന്റെ ക്ലാസ് നമുക്ക് നാളെ അല്ലേ തുടങ്ങണേ? വിഷൻ ബോർഡ് 28-ാണ് പുതിയ വിഷൻ ബോർഡിന്റെ ക്ലാസ് നടക്കുന്നത്. അതായത് 1-ാം തീയതി നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 7 ടെക്നിക്കുകളുമായിട്ട് അമേസിംഗ് റിസൾട്ട് ആയിട്ട് ആൾക്കാർ നടക്കുന്നു. ബാക്കി വലിയ വലിയ ക്ലാസ്സുകളുണ്ട്. ഞാനൊന്നും പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചോളൂ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ 1 മിനിറ്റും കൂടി പറയാം, തരാം. ഓക്കെ, മറ്റേ ക്ലാസ്സിന് സമയമായി. ആർക്കെങ്കിലും അത്യാവശ്യം എന്തും പറയാനോ ചോദിക്കാനോ പെട്ടെന്ന് ആയിക്കോളും. ഞാൻ ലേറ്റായി പോയി, കടയിൽ കയറണം പറഞ്ഞു. കടയിലായിരുന്നു, അതുകൊണ്ട് ലേറ്റായി പോയി. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താണ് സജീവ ഇപ്പൊ അതിൽ സംശയം? അല്ല, ഞാൻ വരാൻ ലേറ്റായി പോയി. അല്ല, അതിനിപ്പോ എന്താണ് ഇവിടെ സംശയം? എന്താണ് ഈ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട്? സാറിന്റെ ക്ലാസ് കാണാൻ പറ്റിയില്ല. പിന്നെ സംശയം വേറെ, ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അല്ല, അതോടെ പറയാൻ വേണ്ടിയായിരുന്നു. ഞാനല്ല സാറിനോട് പറഞ്ഞില്ലായിരുന്നല്ലേ സാറേ, അല്ലേ വിഷൻ ബോർഡിന്റെ സാറ് നോക്കാന്ന് പറഞ്ഞായിരുന്നു. അത് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് അങ്ങനാണോ, എങ്ങനെയുണ്ട് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും? വിഷൻ ബോർഡിന്റെ കറക്ഷൻ ഞാൻ വിഷൻ ബോർഡ് പഠിക്കുന്നവർക്കല്ലേ ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ശരി നടക്കൂ സജീവൻ? ഓക്കെ, താങ്ക് യു. അംബിക ഷാജ് സാറിന് നേരത്തെ കാണാൻ പറ്റുമോ സാർ? ഏതാ? അംബിക ഷാജ്, ഞാൻ സാറിന് നേരത്തെ കാണാൻ പറ്റുമോ? നേരിട്ട് കാണാൻ? തിരുവനന്തപുരമാണ് ക്ലാസ്. തിരുവനന്തപുരം ക്ലാസ് വരുമ്പോ നമുക്ക് കാണാം. ഓക്കെ സാർ, താങ്ക് യു. തിരുവനന്തപുരം ക്ലാസ് വരുമ്പോ കാണാം. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എന്താ? ഓക്കെ, ലളിതയാണ് നേരത്തെ ടൈപ്പ് ചെയ്തല്ലേ? പറഞ്ഞോ ലളിത. ഞാന് സെപ്റ്റംബർ അവസാനം സാറിന്റെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് സാറിന് ആ ക്ലാസ്സുകളെല്ലാം ഞാൻ കണ്ട, അപ്പോഴാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ചേർന്നത്. അപ്പൊ ഞാൻ ഇത് കണ്ടതിന്റെ അന്ന് തന്നെ പിന്നെ മിറാക്കിൾ സംഭവിക്കുന്നു പറഞ്ഞ്, അപ്പൊ ഞാൻ തലശ്ശേരിയിലോട്ട് നടന്നു പോകുന്ന പിറ്റേ ദിവസം അപ്പൊ എന്റെ മുന്നിൽ 1000 ഉറുപ്പിക വീണിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസാ തോന്നിയത് സാറിന്. ദിവസത്തെ ക്ലാസ് കേട്ടപ്പോ തന്നെ റേഞ്ച് കട്ടാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് കാലുവേദന, മുട്ടുവേദന എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാർ പറയുന്ന ഇൻഫർമേഷനും ഇതെല്ലാം കണ്ട്, അപ്പൊ ഇപ്പൊ എന്റെ അസുഖം എല്ലാം മാറി. ഹസ്ബൻഡിന് ഇങ്ങനെ ഓരോ അസുഖങ്ങളായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ടാളും നല്ല ഹാപ്പിയാണ്. അസുഖങ്ങളെല്ലാം മാറി. സാറിന്റെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. ലളിത ഒരു കാര്യം ചെയ്തു, വോയിസ് ആയിട്ട് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. അത് നമുക്ക് കേൾക്കാം. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ക്ലിയർ ആയില്ല. തിലകൻ രാജപ്പൻ എന്തോ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട് നന്ദി സർ, നന്ദി. ഓക്കെ സർ, താങ്ക് യു. വാട്സപ്പിൽ ഒന്ന് ഇട്ടോളൂ കേട്ടോ, അതാ നല്ലത്. നിങ്ങൾ വോയിസ് പഴയം കട്ടായി പോയി, കിട്ടിയില്ല കേട്ടോ. ഹലോ സാർ, നമസ്കാരം. ഞാൻ യൂട്യൂബിൽ കാണാൻ പറ്റില്ലല്ലേ ഇത്? ഇന്നത്തെ ക്ലാസ് ഉണ്ടോ? അപ്പൊ താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം. നമുക്ക് വിഷൻ ബോർഡിന്റെ ക്ലാസ് എടുക്കാറുണ്ട്, അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. താങ്ക് യു.